ധനരാജ് രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന് മറുപടിയുമായി പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണൻ 2022 ജൂണിൽ കണക്ക് അവതരിപ്പിച്ചു എന്ന് കെ രാഗേഷ് പറഞ്ഞത് പച്ചക്കള്ളമാണ്. താൻ ഉന്നയിച്ച ഒരു ചോദ്യത്തിനും മറുപടി പറയാൻ ജില്ലാ സെക്രട്ടറിക്ക് സാധിക്കില്ലെന്നും കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് നടത്തിയ വാർത്താസമ്മേളനം സൂക്ഷ്മതയോടെയാണ് വി കുഞ്ഞികൃഷ്ണൻ വീട്ടിലിരുന്ന് വീക്ഷിച്ചത്. താൻ ഉന്നയിച്ച ഒരു പ്രശ്നത്തിനും കെ രാഗേഷ് മറുപടി പറഞ്ഞില്ലെന്ന് വി കുഞ്ഞികൃഷ്ണൻ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 2022 ജൂണിൽ രക്തസാക്ഷി ഫണ്ടിലെ കണക്ക് അവതരിപ്പിച്ചു എന്നത് പച്ചക്കള്ളമാണ്. ഭൂമി ഇടപാടിൽ ഉൾപ്പെടെ കെ രാഗേഷ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നതെന്നും വി കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ കണക്ക് ജൂണിൽ അവതരിപ്പിച്ചു എന്ന് പറയാണ് ശുദ്ധ കളവാണ്. ജൂണിൽ കമ്മിറ്റി കണക്ക് അംഗീകരിക്കുന്നില്ല. ജില്ലാ കമ്മിറ്റി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ചർച്ച ചെയ്ത് കുറേ നടപടിയൊക്കെ സ്വീകരിച്ച് ഇവിടെ വന്നു. ഏരിയ കമ്മിറ്റിയിൽ ആ നടപടിയൊക്കെ വിശദീകരിച്ചു. കണക്കില്ല. അപ്പം ഞാൻ അവസാനമായി ആ കമ്മിറ്റിയിൽ ഇവരോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഈ ഒരു കാര്യത്തിനെങ്കിലും നിങ്ങൾ ഉത്തരം പറ. ധനരാജ് ഫണ്ട് കുടുംബത്തിന് വീട് നിർമ്മിച്ച വകയിൽ ചെലവായ സംഖ്യ 3 സംഖ്യ കണക്കുണ്ട്. ഒന്ന് 29,4 ലക്ഷം, 2 30 ലക്ഷം, 3 34,4 ലക്ഷം. ഇതേതാണ് ശരി എന്നെങ്കിലും നിങ്ങൾ ഈ കമ്മിറ്റിയിൽ പറ എന്ന് പറഞ്ഞു. ഒരക്ഷരം ഒരാളും അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഈ 15 ലക്ഷം മൊത്തം ഡോക്യുമെന്റിൽ കാണിച്ച വിലയെ സെന്റിനി എന്നുള്ളത് തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും നടന്നില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇതുവഴി സാധിക്കുമോ എന്ന നിലയിൽ വ്യാജ പ്രചാര വേല നടത്തുകയാണ്. ഈ 15 ലക്ഷം എന്നത് ആധാരത്തിൽ കാണിച്ച മൊത്തം വിലയാണ്. അതിനാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഈ 15.5 ലക്ഷം രൂപ മൊത്തം ആധാരത്തിൽ കാണിച്ച വിലയാണ് 12.5 കോടിക്ക് വിൽക്കുന്നത്. 7.5 കോടിക്ക് മറ്റൊരാളിൽ നിന്നാണ് സ്ഥലം വാങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.